ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് കം ടു ജീസസ് എന്നാവശ്യപ്പെട്ടതിന് വിശദീകരണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. നെതന്യാഹുവിന്റെ പ്രവൃത്തികൾ ഇസ്രായേലിനെ സഹായിക്കുകയല്ല, മറിച്ച് വേദനിപ്പിക്കുകയാണെന്നും ജോ ബൈഡൻ തുറന്നടിച്ചു. അതേസമയം ബൈഡന്റെ വിലയിരുത്തൽ തള്ളി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിട്ടുമുണ്ട്. വിവരങ്ങളുമായി മധു കൊട്ടാരക്കര ചേരുന്നുണ്ട്. ഗുഡ് ഈവനിങ് മധു. ഇപ്പോൾ ഈ തുടക്കത്തിൽ നമ്മൾ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിങ്ങനെ യുദ്ധം തുടർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശക്തമായി തന്നെ പ്രതികരിക്കുന്നു, രൂക്ഷമായി തന്നെ നെതന്യാഹുവിനെതിരെ പ്രതികരിക്കുന്നു ബൈഡൻ എന്നുള്ളതാണ് ഒരു പ്രത്യേകത, അല്ലേ? ഇപ്പം കം ടു ജീസസ് എന്ന് പറഞ്ഞ് സമാധാനം പുനഃസ്ഥാപിക്കണം, സമാധാനത്തിൻ്റെ വഴിയിലേക്ക് വരണം എന്നാണ് ആഹ്വാനം. ഗുഡ് മോർണിംഗ് സ്മിത. കം ടു ജീസസ്, അതാണ് അമേരിക്ക മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വാക്ക്. US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിനിടയിൽ സെനറ്റർമാരുമായിട്ടുള്ള ഒരു സ്വകാര്യ സംഭാഷണ വേളയിലാണ് ജോ ബൈഡൻ ഈ മൈക്കൊന്നും ഓൺ ആണെന്ന് അറിയാതെ താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് സ്വരം കടുപ്പിച്ച് സംസാരിക്കേണ്ടി വന്നതായും കം ടു ജീസസ് എന്ന് ആവശ്യപ്പെട്ടതായും പറഞ്ഞത്. ഈ സംഭവം അമേരിക്കൻ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ഈ പ്രയോഗത്തിന് പല പല അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ വന്നതോടെ ഇപ്പോൾ ഒരു വിശദീകരണമായി വരേണ്ടി വന്നിരിക്കുകയാണ് ജോ ബൈഡന്. നെതന്യാഹുവിന്റെ പ്രവൃത്തികൾ ഇസ്രയേലിനെ സഹായിക്കുകയല്ല, വേദനിപ്പിക്കുന്നതാണെന്ന് തുറന്നടിച്ച ജോ ബൈഡൻ ഈ കം ടു ജീസസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നാട്ടിലെ ഒരു പ്രയോഗമാണ്, ഒരു അടിയന്തര മീറ്റിങ്ങിന് സമയമായി എന്നൊക്കെ സൂചിപ്പിക്കുന്നതാണ്. ഇസ്രയേലിനെ പ്രതിരോധിക്കുവാൻ നെതന്യാഹുവിന് അവകാശമുണ്ട്, ഹമാസിനെ തുരത്തുവാനും. എന്നാൽ ഇപ്പോൾ സ്വീകരിച്ച നടപടികളുടെ അനന്തരഫലമായി നഷ്ടപ്പെടുന്ന നിരപരാധികളുടെ ഒന്നും ജീവൻ കണ്ടില്ലെന്ന് നടിക്കരുത്. ഈ ഇപ്പോൾ കാണുന്നതൊന്നും യഥാർത്ഥ ഇസ്രയേലിന്റെ നിലപാടുകൾ അല്ല എന്നാണ് ബൈഡൻ പറയുന്നത്. അതേസമയം ഈ ബൈഡന്റെ വിലയിരുത്തലിലൊക്കെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് നെതന്യാഹു. ഇസ്രയേലിലെ ഭൂരിപക്ഷത്തിന്റെ താല്പര്യമാണ് താൻ നടപ്പിലാക്കുന്നത്, ഭൂരിപക്ഷത്തിനെതിരായി തന്റെ വ്യക്തിപരമായ നയങ്ങളൊന്നും നടപ്പിലാക്കുവാൻ താൻ ശ്രമിച്ചിട്ടില്ല, ഇസ്രയേലിന് വേദനിക്കുന്നില്ല. ബൈഡൻ പറഞ്ഞതെല്ലാം തെറ്റായ വിലയിരുത്തലുകളാണെന്നാണ് നെതന്യാഹു പറയുന്നത്. ഈ റംസാൻ പുണ്യമാസത്തിന് മുമ്പ് ഒരു വെടിനിർത്തൽ പ്രതീക്ഷിച്ച ബൈഡൻ തീരെ നിരാശനാണ്. സ്മിത, 50 വർഷം നീളുന്ന ഈ രണ്ട് നേതാക്കളുടെയും സൗഹൃദത്തിൽ വലിയ വിള്ളൽ വീണതായി നമുക്ക് കാണുവാൻ സാധിക്കും. ശരി, താങ്ക് യു മധു. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. അവിടെ ഇപ്പോൾ രാത്രിയാണ്, നമ്മളിപ്പോൾ മോർണിംഗ് നമ്മളിവിടെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഉറക്കം, ശുഭരാത്രി. ഒരുപാട് പ്രേക്ഷകർ മെസ്സേജ് അയക്കുന്നുണ്ട്. സുഭാഷിതം ഞാൻ പറഞ്ഞില്ല എന്ന് ചില പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. സുഭാഷിതത്തിന് പകരം ഒരു 2 വരി കവിതയോടെ ആരംഭിക്കുന്നത് നന്നായിരിക്കുമെന്ന് പറയുന്നു. നമ്മളിപ്പോൾ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ വാർത്ത അവതരിപ്പിക്കുന്നത് SKനൊപ്പം വരുന്നില്ല എന്ന് കുറേ പേർ പറയുന്നുണ്ട്. അതുപോലെ പല കാര്യങ്ങളിലും നമ്മൾ കാണാം, ഒരുപാട് പേർ നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. ചിലർ വിമർശിക്കും, അതിരൂക്ഷമായി വിമർശിക്കും. കുറ്റപ്പെടുത്തുവാനില്ല ഇതിൽ നാമൊക്കെ, എത്രയായാലും മനുഷ്യരല്ലേ. അതങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ പലരുടെയും കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ കഴിയും, പൊറുക്കാൻ കഴിയും. അപ്പോൾ കവിതയിലൂടെ ഒരു സുഭാഷിത, ഒരു സന്ദേശം കൂടെ ഞാൻ പറഞ്ഞിരിക്കുന്നു കേട്ടോ.